നമസ്കാരം. ഗ്ലോബൽ മാർക്കറ്റുകളിലുടനീളം മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. യൂറോപ്യൻ ഫ്യൂച്ചർ 0.46%, അമേരിക്കൻ ഫ്യൂച്ചർ 0.22% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റിലും മിക്സഡ് പെർഫോമൻസ് ആണ് കാണുന്നത്. ജപ്പാന്റെ മാർക്കറ്റിന് ഇന്ന് അവധിയാണ്. കൊറിയൻ ഇൻഡെക്സ് 0.39% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. കൊറിയയുടെ സ്മാൾ ക്യാപ് ഇൻഡെക്സ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ടെക് സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായിരുന്നു. NVIDIA ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ 1%-ഓളം ഇടിഞ്ഞതുകൊണ്ട് നാസ്ഡാക്ക് എന്ന ഇൻഡെക്സും കഴിഞ്ഞ ദിവസം നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. റെക്കോർഡ് ഹൈയിൽ തുടരുന്ന അമേരിക്കൻ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പ്രകടമായി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റും 0.4% ഇടിയുകയും 23,995 ഏറെക്കുറെ ഫ്ലാറ്റ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ക്രൂഡിൻ്റെ വിലയിലുണ്ടായ വർധനവാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷന് പിന്നിലെ അല്ലെങ്കിൽ റേഞ്ച് ബോണ്ട് മൂവ്മെൻറ്റിന് പിന്നിലെ പ്രധാന കാരണം. ബ്രന്റ് ക്രൂഡിൻ്റെ വില 2.8% വർദ്ധിച്ച് $111 പെർ ബാരൽ എന്ന ലെവലിലേക്കെത്തി. US ഇറാൻ സമാധാന ചർച്ചകളിൽ കാര്യമായ പുരോഗതി വരാത്തതുകൊണ്ടാണ് മാർക്കറ്റ് ഏറെക്കുറെ ഫ്ലാറ്റ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്തുന്നത്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. അദാനി പവർ, ബജാജ് ഫിനാൻസ്, ഫെഡറൽ ബാങ്ക്, ഫിനോ പേയ്മെൻറ്റ് ബാങ്ക്, ഫോഴ്സ് മോട്ടോർ, ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ്, ഗ്രാന്യൂൽ ഇന്ത്യ, IIFL ഫിനാൻസ്, ഇൻഡജിൻ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ജന സ്മാൾ ഫിനാൻസ് ബാങ്ക്, മോത്തിലാൽ ഒസോൾ ഫിനാൻഷ്യൽ സർവീസ്, എംഫസിസ്, നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ, സ്റ്റെർലൈറ്റ് ടെക്നോളജി തുടങ്ങിയ കമ്പനികൾ ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്നതുകൊണ്ട് ഈ സ്റ്റോക്കുകൾ ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് ചില സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളെയാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. അദാനി വിൽമാർ അഗ്രിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 17% വർദ്ധിച്ച് 18,230 കോടിയിൽ നിന്നും 21,465 കോടിയിലേക്കെത്തി. കമ്പനിയുടെ EBITDA 16.7% വർദ്ധിച്ച് 449 കോടിയിൽ നിന്നും 524 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 2.44% രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് 53% വർദ്ധിച്ച് 190 കോടിയിൽ നിന്നും 292 കോടിയിലേക്ക് ഉയർന്നു. ബന്ധൻ ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഏറെക്കുറെ ഫ്ലാറ്റാണ്. 2,786 കോടിയിൽ നിന്നും 2,796 കോടിയായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 6.2% ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 68% വർദ്ധിച്ച് 318 കോടിയിൽ നിന്നും 534 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഗ്രോസ് NPA 3.33% നിന്നും ക്വാർട്ടർ ടു ക്വാർട്ടർ 3.27%ലേക്കും നെറ്റ് NPA 0.99% നിന്നും 0.97%ലേക്കും ഇടിഞ്ഞിട്ടുണ്ട്. മദർസൺ സുമി വയറിങ്ങിൻ്റെ റവന്യൂ 32% വർദ്ധിച്ച് 2,510 കോടിയിൽ നിന്നും 3,335 കോടിയിലേക്ക് എത്തി. EBITDA 1% ഉയർന്ന് 271 കോടിയിൽ നിന്നും 274 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് 1% വർദ്ധിച്ച് 164 കോടിയിൽ നിന്നും 167 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കമ്പനിയുടെ പ്രോഫിറ്റ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. മറ്റൊരു സ്റ്റോക്ക് ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസ് ആണ്. ഗ്രീൻ പ്ലേ ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 19% ഉയർന്നപ്പോൾ പ്രോഫിറ്റ് 86% വർദ്ധിച്ച് 16 കോടിയിൽ നിന്നും 30 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 649 കോടിയിൽ നിന്നും 776 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. EBITDA 37% വർദ്ധിച്ച് 68 കോടിയിൽ നിന്നും 93 കോടിയിലേക്ക് ഉയർന്നു. സിയറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 23% വർദ്ധിച്ച് 3,421 കോടിയിൽ നിന്നും 4,219 കോടിയിലേക്ക് എത്തി. EBITDA 52% വർദ്ധിച്ച് 388 കോടിയിൽ നിന്നും 593 കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് 99 കോടിയിൽ നിന്നും 244 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിയുടെ പ്രോഫിറ്റ് 24% വർദ്ധിച്ചു. കമ്പനിയുടെ റവന്യൂ 29% വർദ്ധിച്ചു. 1,642 കോടിയിൽ നിന്നും റവന്യൂ 2,119 കോടിയിലേക്ക് എത്തുകയും EBITDA 61% വർദ്ധിച്ച് 221 കോടിയിൽ നിന്നും 385 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ₹6.70 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഫൈനൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ബിസിനസ് ഫിനാൻസിൻ്റെ ടോട്ടൽ റവന്യൂ 8.7% വർദ്ധിച്ചപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 3.5% ഇടിഞ്ഞു. അതുകൊണ്ട് 5 സ്റ്റാർ ബിസിനസ് എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിരാമൽ ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി 184 കോടി രൂപയുടെ പ്രോഫിറ്റിന് പകരം 8.8 കോടി രൂപയുടെ ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. EBITDA മാർജിൻ 20% നിന്നും 17%ലേക്ക് ഇടിയുകയും EBITDA 561 കോടിയിൽ നിന്നും 461 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തു. പിരാമൽ ഫാർമയുടെ റവന്യൂ 2,754 കോടിയിൽ നിന്നും 2,752 കോടിയിലേക്ക് ഇടിഞ്ഞു.
ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. ഒന്നാമത്തേത് RVNL. RVNLന് NMDCയുടെ സൈഡിൽ നിന്ന് 39 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. സീമെക് എന്ന കമ്പനിക്ക് ONGCയുടെ സമുദ്ര സേവക് വെസലിൻ്റെ മെയിൻ്റനൻസ് ആൻഡ് ഓപ്പറേഷന് വേണ്ടിയുള്ള കോൺട്രാക്റ്റ് ലഭിച്ചതുകൊണ്ട് സീമെക് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. PC ജുവലറിന് 1 വർഷത്തേക്കുള്ള ഗോൾഡ് മൈനിങ് ലൈസൻസ് ലഭിച്ചതുകൊണ്ട് PC ജുവലർ എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ സാധ്യതയുണ്ട്. നിയോജൻ കെമിക്കലിൻ്റെ സബ്സിഡറി കമ്പനിയായ നിയോജൻ അയോണിക്സിൽ 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ബെൽ എന്ന കമ്പനി DRDOയുമായി ചേർന്ന് ടെക്നോളജി ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇൻഫ്രാറെഡ് സപ്രഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനാവശ്യമായുള്ള ടെക്നോളജി ട്രാൻസ്ഫറിലാണ് ബെൽ എന്ന കമ്പനി ഒപ്പുവെച്ചിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്